എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡു ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏലക്ക ചേർക്കുന്ന ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ രുചി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഏലക്ക ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നമുക്ക് ലഡുവിന് കളർ വേണമെങ്കിൽ മാത്രമേ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറോ സാഫ്രണോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഈ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്ന കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പീസസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ലഡു ഉരുട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, അപ്പം ഞാൻ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും കിസ്മിസ് അല്ല ഉപയോഗിക്കേണ്ടത്, ഉണക്ക മുന്തിരിയാണ്. എനിക്ക് കിസ്മിസേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചത്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് റവ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ആ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ റോസ്റ്റഡ് റവ തന്നെ എടുത്തിരിക്കുന്നത്, എന്നാലും ഒന്നുകൂടെ നമുക്ക് നെയ്യിൽ ഇതിട്ട് മൂപ്പിച്ചെടുക്കണം. റവയുടെ കളറ് മാറുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് അടലുണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തതാണ്. പൊടിയായിട്ട് തിരുമ്മിയെടുത്ത് തേങ്ങയാണെങ്കിൽ മിക്സിയിലിട്ട് കറക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയിലുള്ള ചെറിയ കട്ടകളൊക്കെ പൊടിയുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലിത് മുഴുവൻ വേണ്ടി വരത്തില്ല, കുറേശ്ശെ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. നമ്മൾ ചൂടോടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാല് ബാക്കി വരുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലഡു ഉരുട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഉരുട്ടിയെടുക്കാൻ. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയായി കാണുന്നത് വരെ ഗുഡ് ബൈ.